ഹായ്, നിങ്ങളുടെ കുട്ടികൾ രാത്രി ഉറക്കത്തിൽ സ്ഥിരമായിട്ട് യൂറിൻ പാസ് ചെയ്യാറുണ്ടോ? 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ഇങ്ങനെ സ്ഥിരമായിട്ട് യൂറിൻ പാസ് ചെയ്യുന്നതിനെയാണ്, ഉറക്കത്തിൽ യൂറിൻ പാസ് ചെയ്യുന്നതിനെയാണ് ബെഡ് വെറ്റിംഗ് അല്ലെങ്കിൽ നൊക്ടേണൽ എൻയൂറിസിസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ, ഇൻകംപ്ലീറ്റ് ഡെവലപ്മെന്റ് ഓഫ് യൂറിനറി ബ്ലാഡർ. കുട്ടികളുടെ യൂറിനറി ബ്ലാഡർ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ്, രാത്രി സമയത്ത് യൂറിൻ പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ. പിന്നെ ഒരു റീസൺ ആണ് ഇൻഹെറിറ്റഡ് ആയിട്ട്, ജനറ്റിക് ആയിട്ട് വരാം. അതായത് കുട്ടിയുടെ പാരൻസോ ഗ്രാൻഡ് പാരൻസിലോ ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ശീലം കുട്ടിക്കും ഉണ്ടാകും. പിന്നെ ഒന്ന്, ഡീപ്പ് സ്ലീപ്പിലാണെങ്കിൽ, കുട്ടി വളരെ ഡീപ്പായിട്ടുള്ള സ്ലീപ്പിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യണം എന്നുള്ള സിഗ്നൽ കുട്ടിക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അറിയാതെ ഉറക്കത്തിൽ ബെഡ് വെറ്റിംഗ് ചെയ്യാവുന്നതാണ്. ഇനി കുട്ടിക്ക് എന്തെങ്കിലും സ്ട്രെസ്, എന്തെങ്കിലും മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിലും ഈ ബെഡ് വെറ്റിങ്ങിന് ചാൻസസ് കൂടുതലാണ്. ഇനി ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാന്ന് വെച്ചാൽ, ബെഡ് ടൈമിന് മുന്നേ തന്നെ കുട്ടിയെ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യുക, അതായത് യൂറിനൊക്കെ പാസ് ചെയ്യിച്ചിട്ട് മാത്രം കിടത്തി ഉറക്കുക. പിന്നെ ഒരു വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം ഒരുപാട് വെള്ളം കൊടുക്കാതിരിക്കുക. പകൽ സമയത്ത് കൂടുതൽ വെള്ളം കൊടുക്കുക കുട്ടികൾക്ക്. 6 മണിക്ക് ശേഷം ഒരുപാട് വെള്ളം കൊടുക്കാതിരിക്കുക. പിന്നെ കുട്ടികളോട് ഒരു പോസിറ്റീവ് മാനറിൽ തന്നെ ബിഹേവ് ചെയ്യുക. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കുക, ചീത്ത പറയുക, അടിക്കുക, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുക, അവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കുക, ഇതൊന്നും ചെയ്യാണ്ടിരിക്കും. അപ്പോൾ ബെഡ് വെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഡിസീസ് അല്ല. നമ്മൾ പ്രോപ്പർലി കുട്ടികളെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ്.